Hey everybody, welcome to Talking Cars. നമ്മൾ again നമ്മുടെ ചാനലിൻ്റെ പേര് ടോക്കിംഗ് കാർസ് എന്നാണെങ്കിലും നമ്മുടെ ഏറ്റവും വ്യൂ ഉള്ള വീഡിയോ ഒരു സ്കൂട്ടറിൻ്റെ ആണ്. അതെ. സോ ഇപ്പോൾ ഈ കാലത്ത് റീസെൻ്റ്ലി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള സ്കൂട്ടറാണ് ദി ഓല ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഈഗളി കാത്തിരിക്കുകയാണ്. 1-2 ഡേറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ബട്ട് ഫൈനലി റിലീസ് ഡേറ്റായി. അങ്ങനെ ഡ്രൈവ് റിവ്യൂവും സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും. ബാഡ് ന്യൂസ്. എന്താ നമ്മളെ വിളിച്ചിട്ടില്ല? നമ്മൾ വിളിച്ചിട്ടില്ല. അപ്പോൾ നീയല്ലേ പറഞ്ഞു ഇന്നിവിടെ ഓല സ്കൂട്ടറിൻ്റെ റിവ്യൂ വന്ന്? നമ്മൾ വിളിച്ചില്ല അവർ, കാരണം നമ്മൾ സ്കൂട്ടർ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരല്ല. മാഗസിനിലാണെങ്കിൽ നമ്മൾ കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. പ്രോഗ്രാമിൽ നമ്മൾ കൂടുതൽ കാറുകളാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ലിസ്റ്റിൽ നമ്മൾ വിഡിൻ മേക്ക് ഇറ്റ്. അപ്പോൾ ഇന്നിവിടെ എന്താ നമ്മൾ ചെയ്യണേ? പക്ഷേ ഞാൻ സ്കൂട്ടർ ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഐ ഹാവ് എൻ ഓല സ്കൂട്ടർ. ഓക്കെ, ഞാൻ കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ സംസാരിച്ചൊക്കെ ഞാൻ പോയി എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വെയിറ്റ് ആയിരുന്നു. ഒരു 5-8 മാസമായി ഇതിനെപ്പറ്റി എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടും റിലീസ് വന്നിട്ടും ഇപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ സിമ്പിൾ 1ഉം ഓലയും 2ഉം ഒരേ ദിവസമാണ് ഇറങ്ങിയത്. സിമ്പിൾ 1 നമ്മൾ കവർ ചെയ്തു. അത് പ്രത്യേകിച്ച് എവിടെയും എത്തിയില്ല ഇതുവരെ. ഇതാണത്, ഓല സ്കൂട്ടർ. നീ ഓല തൊപ്പി, ഓല പി, ഓല കുടി എന്നൊക്കെ കേട്ടല്ലേ? ഇത് ഓല സ്കൂട്ടർ. ഇത് പ്രീ പ്രൊഡക്ഷൻ ആണ്, ഒറിജിനൽ വേർഷൻ. ഇതാണ് എൻ്റെ ഓല സ്കൂട്ടർ. അവർ തന്നില്ല, അപ്പം ഞാൻ ഐ മെയ്ഡ് ഇറ്റ് മൈ. ഓക്കെ, ഒരു ചെറിയൊരു ഇതാണല്ലോ ഇതിൻ്റെ. ഇതാണ് എൻ്റെ ഓല സ്കൂട്ടർ. ഇറ്റ്സ് നോട്ട് ഓല സ്കൂട്ടർ, ഇറ്റ്സ് ഓല സ്കൂട്ടർ. നമ്മൾ ആ ഹ്യുണ്ടായി കോണ എന്ന് പറഞ്ഞപ്പോൾ കുറേ പേർക്ക് വിഷമമുണ്ടായി. അത് കോന എന്നാണ് പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ. ഹ്യുണ്ടായിക്കാർ കോണാന്നാ പറയാം. അതെ. സോ അതുപോലെ ഇത് ഓല സ്കൂട്ടറാണ്. ഓല സ്കൂട്ടറാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓല സ്കൂട്ടറിൻ്റെ റിവ്യൂ ചെയ്യാൻ പോവാണ്. നാച്ചുറലി ഒക്കറിങ് മെറ്റീരിയൽസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സ്കൂട്ടറാണ്. അതിപ്പോൾ ഗ്രീൻ മോട്ടറിംഗ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഗ്രീൻ മോട്ടറിംഗ് ആണ്. സോ വി ആർ ഇൻ എ ഗ്രീൻ ഫീൽഡ്. അതെ. നല്ല വെതർ. ഇതാണോ ഓല സ്കൂട്ടറിന്റെ ഗ്രീൻ ഫീൽഡ് ഫെസിലിറ്റി? എക്സാക്ട്ലി. സോ ഇവിടെ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാം എവറിത്തിങ് നമ്മളിപ്പോൾ വി ആർ പാർട്ട് ഓഫ് ദ നേച്ചർ. അബ്സല്യൂട്ട്ലി. ഇനിയിപ്പോൾ അമ്മ കൂടെ ഒന്ന് കടിച്ചാൽ മതി നമ്മളെ. അങ്ങോട്ടേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഈ സ്കൂട്ടറിനെ പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ഓക്കെ, ഞാൻ സ്റ്റൈലിംഗ് കാണിച്ചു തരാം. കാരണം നമ്മൾ സ്കൂട്ടർ റിവ്യൂ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യണം കേട്ടോ. നമ്മളധികം സ്കൂട്ടർ റിവ്യൂ ചെയ്യാറില്ല. മാത്രമല്ല ഇതൊരു ഫസ്റ്റ് റൈഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ കൂടുതൽ ഇൻഡെപ്തിലോട്ട് പോകുന്നില്ല. പക്ഷേ നമുക്കൊരു ബ്രീഫായിട്ട് ബേസിക് സാധനങ്ങൾ പറയാം. സോ ഇതാണ് ഇത്. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചർ ഇല്ലേ, ഇത് ദിസ് ഹോൾ തിങ് കംസ് ഫ്രം എ സിംഗിൾ തിങ്. വാവ്. അതാണ് ഒരു തെങ്ങി എന്നുള്ളതായതുകൊണ്ടാണ് ആ മാച്ചിങ് ലേ ഔട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ സിംഗിൾ മോൾട്ട് പോലെയാണ്. ഇപ്പോൾ നമ്മൾ റോൾസ് റോയ്സിൽ പറയില്ല, ഗ്രെയിൻ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെയിം വുഡ് തന്നെ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ഇതൊരു ഒറ്റ തെങ്ങിൽ നിന്നാണ് ഈ കംപ്ലീറ്റ് സ്കൂട്ടറിനുള്ളത് ഉണ്ടാക്കുന്നത്. ഇത് 2 തെങ്ങിന് സോഴ്സ് ചെയ്താൽ ഇതാവില്ല, ഈ ലെയേഴ്സ് മാച്ച് ആവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് കുറേശ്ശെ കളർ ചേഞ്ച് ചെയ്യും. നാച്ചുറലി കളർ ചേഞ്ച് ചെയ്യും. കുറെ കാലം കഴിയുമ്പോൾ ഇത് ബ്രൗൺ ആവും. അങ്ങനത്തെ ഒരു ഫീൽ വരും. പെറ്റീന വരും. പെറ്റീന. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്രീൻ സ്കൂട്ടറായിട്ട് നിങ്ങൾ മേടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ യെല്ലോ സ്കൂട്ടർ ആവും. ഇത്ര കഴിയുമ്പോൾ ഇത് ബ്രൗൺ സ്കൂട്ടർ ആവും. സോ അങ്ങനെ നമുക്ക് ഓവർ ദ ലൈഫ് ടൈം നമുക്ക് 3 കളർ സ്കൂട്ടേഴ്സ് കിട്ടും. ഇൻട്രസ്റ്റിംഗ്. ഇത് ദിസ് ഈസ് ഇൻസ്പയർഡ് ബൈ ഒരു ട്രൈബൽ. കണ്ട, ഓടിക്കുന്ന സമയത്ത് കണ്ണി കുത്താണ്ട് നോക്കണം. അത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിൽ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ഇതാണ്. സോ ദിസ് ഈസ് ലൈക്ക് ഒരു നാച്ചുറലി ഒക്കറിങ് കാർബൺ ഫൈബർ ആണ്. ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ്. കണ്ടോ? ഓക്കെ. ഇത് കേര ചന്ദ്ര എന്ന് പറയുന്ന ഒരു തെങ്ങിൻ്റെ വെറൈറ്റിയാണ്. ഇതിൻ്റെ തന്നെ 2-3 ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. കേര കൽപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്, കുമാരി കൽപ്പ എന്ന് പറഞ്ഞിട്ട്, അല്ല അത് വേറെ സാധനമാണ്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇതൊരു ഇത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ സപ്പോസ് ഈ സ്കൂട്ടർ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ ഇത് റീപ്ലേസ് ചെയ്യാൻ നമ്മൾ സർവീസ് സെൻ്ററൊന്നും പോകേണ്ട കാര്യമില്ല. അടുത്തുള്ള തെങ്ങി കയറി ഒരു ഓലയും കണ്ടിട്ട് ഞാൻ റീപ്ലേസ്. അപ്പോൾ വോക്കൽ ഫോർ ലോക്കൽ.
ഇതാണ് എക്സാക്ട്ലി വോക്കൽ ഫോർ ലോക്കൽ. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതാണ് ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത. ഐ സി. ഇത് പേറ്റന്റഡ് ആയിരിക്കുമല്ലേ? ഇത് പുതിയ ടെക്നോളജിയാണ്, എനിക്ക് തോന്നുന്നത്. പേറ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പേറ്റന്റ് പെൻഡിങ്. ഈ മെറ്റീരിയൽസ് ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഇതിവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ദേ ആർ യൂസിങ്. ഇപ്പോൾ സാധാരണ എല്ലാം റിവറ്റുകൾ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാം. ഇത് നാച്ചുറലി ഒക്കറിങ് മെറ്റീരിയൽ കണ്ട. ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ കയർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കെട്ടി വെച്ചത്. ഫൈബർ. അപ്പോൾ ഇത് വെച്ചിട്ട് ദിസ് ഈസ് വെരി സ്ട്രോങ്. ഇത് ഒരിക്കലും ഇങ്ങനെ ഇളകി പോകില്ല, കാലാകാലങ്ങൾ അങ്ങനെ ഇരിക്കും. ഭയങ്കരം. അപ്പോൾ ഇത് ഭയങ്കര എയറോഡൈനാമിക് ആണ്. കാരണം ആ ഡിസൈൻ കണ്ട, ദിസ് ഹാസ് ബീൻ മെയ്ഡ് ബൈ ആൻ ആർട്ടിസ്റ്റ്. അത് കണ്ടാൽ മനസ്സിലാവില്ല. അബ്സല്യൂട്ട്ലി. ഇത് ശരിക്കും ആർട്ട് തന്നെയാണത്. അതാണ് ആ സൈഡിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഇതിന്റെ. സോ ഇത് നമ്മളിപ്പോൾ BMW നമ്മൾ പറയില്ലേ ആസിമെട്രിക് പാറ്റേൺ എന്ന് പറയില്ലേ, ഈ സൈഡിലുള്ള ഡിസൈനും ഇപ്പുറത്തുള്ള ഡിസൈനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. സോ ബേസിക്കലി ഇത് AMG എഞ്ചിൻസ് ഒക്കെ പോലെയാണ്, ഹാൻഡ് മെയ്ഡ് ബൈ വൺ ഇൻഡിവിജ്വൽ. ഓക്കെ. ഈച്ച് സ്കൂട്ടർ വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, അത് ആ ഓണറിന്റെ ഒരു ക്യാരക്ടറിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കുറച്ച് പാനൽ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അത് പ്രീ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഈ ടേപ്പ് ഒട്ടിച്ച് വെച്ചാണ്, അതുകൊണ്ടാണ്. ഇത് പ്രീ പ്രൊഡക്ഷൻ വണ്ടിയാണ്. ഇത്രയും കാലത്ത് കമോഫ്ലാഷിൽ ഓടിയിരുന്നതാണ്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പലയിടത്തും, ട്വിറ്ററിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ജസ്റ്റ് ആ കമോഫ്ലാഷ് മാത്രം ഊരിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഫസ്റ്റ് ലുക്കാണിത്. ബട്ട് കൊള്ളാം അല്ലേ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലൊരു ഇറ്റ്സ് വെരി ഇംപ്രസീവ്. ഫ്രണ്ട് സ്ലിക്ക് ടയർസ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ റോഡിന് ഒരു ക്യാമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ക്യാമ്പറാണ് ഇത് ഉണ്ടാക്കുക. സോ ദാറ്റ് വേ നമ്മൾ ഇപ്പോഴും സ്ട്രൈറ്റ് ലൈൻ പോകും. പക്ഷേ റോങ് സൈഡിൽ ഓടിക്കണ ഒരു വീഴും. അതാണ് ഈ സ്കൂട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഹിഡൻ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഒരുപാടുണ്ട്. അതെ, നമ്മൾ മുഴുവൻ പറയാൻ നമ്മൾ ഓത്തറൈസ്ഡ് അല്ല. ബട്ട് യു വിൽ ഫൈൻഡ് ഔട്ട്. ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങളിത് ഓടിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റും ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളത്. അതുപോലെ ഇവിടെ ഇങ്ങനെ സ്ട്രാപ്പ് കൊടുത്തതുണ്ടോ, ഇതിൽ ലെതർ ഉള്ള ഒരു വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രോ ആണോ? പ്രോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ തന്നെ ഒരു മെടഞ്ഞ പോലത്തെ ഒരു വേരിയന്റ് ഉണ്ട്, കാർബൺ ഫൈബർ വ്യൂ പോലെ. പക്ഷെ മൊത്തത്തിൽ എനിക്ക് കണ്ടിട്ട് ഫസ്റ്റ് ഇംപ്രഷൻസ് ഈ ഒരു വിഷ്വൽ ഇത് ഏതായാലും മാർക്കറ്റ് ടേക്ക് ഓവർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ്. ഉണ്ട്. കാരണം ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിന് കാര്യമായ കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പോൾ കേരളം പോലത്തെ ഒരു മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ പോലത്തെ മെറ്റീരിയൽസ് നമ്മൾ ഇവിടെ തന്നെ കിട്ടുന്ന മെറ്റീരിയൽസ് ആയതുകൊണ്ട് സബ്സിഡിയും കിട്ടും. വയർഫെഡിന്റെ എന്തോ ഒരു കേരാഫെഡിന്റെ ഒക്കെ എന്തോ ഒരു പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഒരു ബൈക്ക് മേടിക്കുമ്പോൾ എല്ലാവരും നമ്മൾ പിടിപ്പിക്കുന്ന ബാർ എൻഡിന്റെ സ്ലൈഡർ, ലൈറ്റ് സാധനങ്ങൾ അങ്ങനെ കുറച്ച് സാധനം പിടിപ്പിക്കും. നമുക്ക് ഇതിനകത്ത് ചിരട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സൈഡിൽ വെക്കുന്നത്. അത് വളരെ ഒരു സ്ട്രോങ് മെറ്റീരിയൽ. മച്ചിങ്ങ ചെറിയ വേരിയന്റ് മച്ചിങ്ങ യൂസ് ചെയ്യാൻ പറ്റും. അതാവുമ്പോൾ ഈസിലി റീപ്ലേസബിൾ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ചിരട്ടക്കകത്ത് വേണമെങ്കിൽ നമുക്ക് മിറേഴ്സ് അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, അങ്ങനത്തെ ഒരു വേർഷനും കൂടെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കോസ്റ്റും ചകിരി ഫാബ്രിക് ഉള്ള സീറ്റുകൾ എല്ലാം വരുന്നുണ്ട്. ഇത് മഴക്കാലം ആയതുകൊണ്ട് ചകിരി ഫാബ്രിക് ഉള്ള സീറ്റ് വെച്ചിട്ടില്ല, മനസ്സിലായി. പക്ഷെ ഇത് ഓൾ ഇൻ ഓൾ ഓല സ്കൂട്ടർ ഒരു സംഭവമാണ്. അപ്പോൾ ഓല സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്കൂട്ടർ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ റിവ്യൂ ചെയ്യാത്തതുകൊണ്ടാണ് അറിയാൻ പാടില്ലല്ലോ. പക്ഷെ എങ്കിലും ഇത് ഒരു ട്രെൻഡിങ് ആവും എന്നാണ് എനിക്ക്. വെറുതെ അല്ല കേട്ടോ, ഇത് ഇത്ര ഒരു സെൻസേഷൻ. ഇതാണ് ആൾക്കാർ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നത്. ഐ തിങ്ക് എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 1-2 വർഷം കൊണ്ടായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് ആണല്ലേ. പക്ഷേ ഇറ്റ് മേ ഓൺലി എ ഡേ, ഒരു ദിവസം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഫുൾ ഒരു ദിവസം പോലും എടുത്തില്ല, ഏതാനും മണിക്കൂറുകളോട് ഉണ്ടാക്കിയതാണല്ലോ. അല്ല അതുപോലെയാണ്, പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓലയുടെ ആ ഫുൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല കമ്പനിക്ക് ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കൂടി വന്ന നമ്മുടെ തമിഴ്നാട്ടിലായിരുന്നു ഫാക്ടറി ശരിക്കും സെറ്റ് ചെയ്യേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തെങ്ങുന്നോപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിലാണ് ഇപ്പൊ പാട്. ഇതുപോലെ തെങ്ങി കയറാൻ ആളെ കിട്ടൂല, ബുദ്ധിമുട്ടാണ്. ഇതിന്റെ തന്നെ ഓല കിട്ടാൻ വേണ്ടി ഞാൻ ഇത്തിരി പാട് കഴിച്ചായിരുന്നു. കുറച്ചൊരാളെ വിളിച്ച് 2-3 നേരം വിളിക്കേണ്ടി വന്നു. ആണല്ലേ. അതാണ് ഇനിയിപ്പോൾ അതിന് നമ്മൾ മറ്റേ സ്വയം തൊഴിൽ കണ്ടെത്തുക സ്കീമിൽ തന്നെ നമുക്ക് ഇനി തെങ്ങ് കയറ്റം പഠിപ്പിക്കണം. ഇപ്പോൾ ഡീലർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇനി അതും അവർ പഠിപ്പിക്കുന്നതായിരിക്കും. മാത്രമല്ല ഇത് കണ്ട ഇപ്പൊ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് കണ്ട, സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഓഫ്സെറ്റ് ആണ്, നോട്ട് സെന്റേഡ്, പ്രോപ്പർലി സെന്റേഡ്. ആ മെറ്റീരിയലൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരം ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റ് ആണ്. ആക്സസറീസ് സെക്ഷൻ അത്യാവശ്യം സെക്ഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് ഇവർ ഈ സ്കൂട്ടർ ഇറക്കണതിന്റെ ഒപ്പം തന്നെ ഇതായിട്ട് മാച്ചിങ് ആക്സസറീസ് എല്ലാം ഇറക്കണം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓലക്കുട കിട്ടും, ഓല PP കിട്ടും, ഓലയുടെ എല്ലാ സാധനവും പറ്റും. അതായത് നമുക്ക് ഓലയായിട്ട് ബന്ധപ്പെട്ട സകല സാധനങ്ങളും നമുക്ക് ഈ വണ്ടിയുടെ കൂടെ അവിടെ നിന്ന് ഡീലർഷിപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റും. അടിപൊളി. പിന്നെ തെങ്ങ് കയറുന്ന മെഷീനും കിട്ടും വേണമെങ്കിൽ. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ DIY സർവീസ് ഒക്കെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ആവശ്യം വരും. അത്
ഇതിൻ്റെ തന്നെ ഇപ്പോൾ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഇതിൽ വളരെ കുറവാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ലി മെറ്റീരിയൽ, റീസൈക്ലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, നാച്ചുറലി ഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഓല ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അത് കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രൗൺ കളർ ആവും എന്ന് പറഞ്ഞു, അത് കഴിയുമ്പോൾ ഇവഞ്ച്വലി ഇതിങ്ങനെ പതുക്കെ പതുക്കെ പൊടിഞ്ഞു പോകും. സോ നമ്മൾ മറ്റേ മെഴ്സിഡീസിൻ്റെ പഴയ മറ്റേ ബയോഡിഗ്രേഡബിൾ അതുപോലെയാണ് ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയേക്കുന്നത്. സോ ഇതൊരിക്കലും നമുക്ക് ഭൂമിയിൽ പൊല്യൂഷൻ ഉണ്ടാക്കില്ല. ഓൾ ദിസ് തിങ് വിൽ ഡിസപ്പിയർ. നമ്മളിത് ഓടിച്ചും അടുത്തു എന്ന് തോന്നുന്ന ദിവസം നമ്മൾ സ്കൂട്ടർ പോയി നോക്കിയാൽ ചിലപ്പോൾ സ്കൂട്ടർ അവിടെ ഉണ്ടാവില്ല. ഭയങ്കര. അതെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓല സ്കൂട്ടറിന്റെ ഫസ്റ്റ് എഡിഷൻ ആണ് അല്ലേ? എഡിഷൻ 1. ഹെൽമെറ്റ് കൊള്ളാം, ക്രാഷ് ടെസ്റ്റ് പാസ്സായി. അതാണ് ഇതിന്റെ ബ്യൂട്ടി. നമ്മളിപ്പോൾ ഈ പ്രകൃതിയുടെ നടുക്കിയിരിക്കുന്നുണ്ട്. ഹെൽമെറ്റ് ഏതാ, സ്കൂട്ടർ ഏതാ? ഇതിപ്പോ നമ്മൾ കൊണ്ടുപോയിട്ട് ഈ കാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മാറിയെന്നുണ്ടെങ്കിൽ ഈ റെഡ് വേർഷൻ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ലുക്ക് ലൈക്ക് ഒരു ഈ ഇതായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ആയി പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കാലം കഴിഞ്ഞാൽ ശരിക്കും ബ്ലെൻഡ് ആവും. ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറെ സാധനങ്ങൾ നമ്മൾ ഭൂമിയിൽ അവർക്ക് വേണ്ടി കരുതി വെക്കണം. ദിസ് ഈസ് നോട്ട് വൺ ഓഫ് ദാറ്റ്. ഇത് നമ്മൾ കരുതി വെക്കരുത്. നമ്മൾ ദിസ് ഈസ് സപ്പോസ് ടു ഡൈ വിത്ത് us. അപ്പൊ അത് ഫുൾ ഭൂമിയിലോട്ട് അങ്ങോട്ട് അതിന്റെ ഒരു ട്രേസ് പോലും ഉണ്ടാവില്ല. സോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇഫ് ദിസ് യൂട്യൂബ് സ്റ്റിൽ എക്സിസ്റ്റ്, അന്ന് അവരിത് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്കൂട്ടർ വണ്ടി ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പോണത്. അതെ, അതാണ് നമ്മുടെ ചാനലിൽ അങ്ങനത്തെ കണ്ടന്റ് റിവ്യൂ എന്നില്ല നടക്കൊരു കംപ്ലൈന്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് വി ആർ കില്ലിംഗ് മൾട്ടിപ്പിൾ ബേർഡ്സ് വിത്ത് 1 stone. അല്ലേ? പിന്നെ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിഷൻ 1 ആണ്. ദിസ് ഈസ് സിമ്പിൾ ഓല സ്കൂട്ടർ. സിമ്പിൾ എന്ന് വാക്ക് ഉപയോഗിക്കണ്ട, അത് വേറെ സ്കൂട്ടറാണ്. വേണ്ട, വെറും ഓല സ്കൂട്ടർ ആണ് ഇത്. ഇനി ഇതിന്റെ ഹിന്ദി വേർഷൻ ഉണ്ട്, ഓലാക്ക സ്കൂട്ടർ. ഓലക്കുള്ള സ്കൂട്ടർ. അത് ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പൊ അവർക്ക് മനസ്സിലാവണല്ലോ. ഓല സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഓലക്ക സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അത് ഓലാക്ക സ്കൂട്ടറിന് അവർ വായിച്ചോളും. ഓലക്ക സ്കൂട്ടർ ആയിട്ടിരിക്കും. പിന്നെ ഇതിന്റെ തന്നെ ലൈറ്റർ വേർഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ പച്ച ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം പോയിട്ട് ഇതിനുള്ളിലത്തെ ആ ഒരു ഈർക്കിലി മാത്രം നിൽക്കും. ഈർക്കിലി എഡിഷൻ. സൂപ്പർ വെലോച്ചെ, സൂപ്പർ അൾട്രാ ലെജറ എന്നൊക്കെ പറയുന്ന അടിപൊളി. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ എയർ കയറും, അപ്പൊ അതുകൊണ്ട് കൂളിംഗ് ഒക്കെ ബെറ്റർ ആയിരിക്കും. കുറെ കാര്യങ്ങൾ അവരിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നോട്ട് ഫോർ റോഡ് യൂസ് ആണ്, ട്രാക്ക് ഓൺലി സ്പെഷ്യൽസ് ആണ് അതൊക്കെ. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ്. കുറെ പുതിയ പ്രൊഡക്റ്റ് ലൈനപ്പ് ഉണ്ട്. ഈ കമ്പനി എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ഈ ഓല സ്കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ലുക്സിന് വേണ്ടിയുള്ള വണ്ടിയാണ്. എന്നാൽ അല്ല, ഇത് പ്രാക്ടിക്കലും കൂടെയാണ്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊരു സ്കൂട്ടറാണിത്. ഇതിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉണ്ട്. അണ്ടർ സീറ്റ് ആണല്ലേ? കൊള്ളാലോ. ഇതിനകത്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു 4 തേങ്ങ വരെ കയറും. 4 തേങ്ങയാണ് അതിന്റെ കറക്റ്റ് സൈസ്. ഇതിന്റെ 5 കോക്കനട്ട് വേരിയന്റ് ഉണ്ട്. 4 കോക്കനട്ട് ആണ്. ഐ സി. കൊള്ളാം, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഭയങ്കര വലുതൊരു സ്റ്റോറേജ് ഉള്ള ഒരു തേങ്ങാക്കൊല എഡിഷൻ വേറെ അവർ പ്ലാൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഇത് ഇന്ത്യനെ അങ്ങോട്ട് ഒരു വേറെ ലെവലിലോട്ട് എത്തിക്കും ഈ സ്കൂട്ടർ. കൊള്ളാല്ലേ? ജസ്റ്റ് ലുക്ക് അറ്റ് ദ ലൈൻസ് എല്ലാം കണ്ട എയറോഡൈനാമിക് ആണ്. എല്ലാ ലൈൻസും കോൺഫിഡന്റ് ആണ്. ഇവിടുത്തെ ആ ഡിസൈൻ തന്നെ അങ്ങോട്ട് സൈഡിലേക്ക് ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ക്രോമും സാധനങ്ങളൊന്നും ഇല്ല. അതെ, ക്രോം ഇല്ല. അതാണ് അതിപ്രസരം മാത്രം ഇതിൽ പറയാനുള്ളൊരു ഒരു പോയിന്റ് ഉള്ളൂ. പക്ഷെ അതാണല്ലോ അതിന്റെ ട്രൂ ടു ഇറ്റ്സ് നെയിം. അതാണ് ഈ ഫ്രണ്ടിൽ നിന്ന് വന്നേക്കുന്ന ഈ സാധനം ഫുള്ള് ഇവിടെ വന്ന് കണ്ട ഇവിടെ ഈ നാച്ചുറൽ നമ്മൾ ഫൈബർ വെച്ച് ഫാസ്റ്റനർ മെറ്റീരിയൽസ് മുഴുവൻ നാച്ചുറൽ ഓക്കറിംഗ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ അത് ഭയങ്കരമാണത്. ഒന്നും പറയാനില്ല എനിക്ക്. ഇറ്റ്സ് ജസ്റ്റ് ഞാൻ ഞെട്ടിപ്പോയി ലിറ്ററലി. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, അലോയ് വീൽ ഉണ്ട്. ഫുള്ളി ലോഡാണല്ലോ. ഫുള്ളി ലോഡാണ്. ഇത് ടോപ്പ് എൻഡ് ആണ്. ഡിജിറ്റൽ സ്പീഡോമീറ്റർ എല്ലാ ഡിജിറ്റ്സും ഉണ്ട്. ഉണ്ട്. നൈസ് അല്ലേ? ഓടിച്ചു പോകണോ? എനിക്കിത് ഓടിയാലേ ഒന്ന്? വൈ നോട്ട്? വേണ്ട അല്ലേ? വേണ്ട. വേറെ ദിവസം നമുക്ക് ഇതിന്റെ പ്രോപ്പർ റൈഡ് കൊണ്ടുവരാൻ പറ്റും. അതെ, ഇന്ന് പ്രീ പ്രൊഡക്ഷൻ ആണ്. ഞാൻ കണ്ണട എടുത്തിട്ടില്ല. ഇത് കുത്തുവെന്നുള്ള പേടി എനിക്ക് കണ്ണി കുത്തുന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓടിക്കുന്നില്ല. പിന്നെ പ്രീ പ്രൊഡക്ഷൻ രജിസ്റ്റേർഡ് ഒന്നും അല്ല. അപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ആണ്. വിവേകിന്റെ ഫാക്ടറി കോൺടാക്ട്സ് വെച്ചിട്ട് കിട്ടിയതാണിത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ലുക്ക് ഓഫ് ദി ഓല സ്കൂട്ടർ നമുക്ക് അതെ, ഓല സ്കൂട്ടർ. ഓക്കെ, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കണം. അതെ, നമുക്ക് ഈ ക്വിക്ക് ഫസ്റ്റ് ലുക്ക് നമുക്ക് റാപ്പപ്പ് ചെയ്യാം ഇവിടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഇതിൻ്റെ ഈ റിവ്യൂവിനെ പറ്റിയിട്ടും അതേപോലെ നമുക്ക് ഫ്യൂച്ചറിൽ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് സ്കൂട്ടേഴ്സിനെ പറ്റി റിവ്യൂ ചെയ്യണമെങ്കിലും ഡു പോസ്റ്റ് ഓൺ ദ കമൻറ്റ്സ്. നമുക്ക് അതനുസരിച്ച് നമുക്കിനി ബാക്കി സ്കൂട്ടേഴ്സ് റിവ്യൂവിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മളിനി സ്കൂട്ടർ റിവ്യൂസ് ആയോ എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയിക്കുക നമ്മളെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.